കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് കയറ്റാനുള്ള ശ്രമം ഇന്നും തുടരും. കടലിൽ ഒഴുക്ക് ശക്തമായതിനാലാണ് ഡ്രഡ്ജർ പുഴയിലേക്ക് കയറ്റാൻ ഇതുവരെ സാധിക്കാതിരുന്നത്. ഇന്നലെ പുഴ പൂർണ്ണമായി മുറിച്ചിരുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ ഡ്രഡ്ജർ അഴിമുഖത്തേക്ക് മാറ്റി മണൽ കയറ്റാൻ ആരംഭിക്കും. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഇന്ന് എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം? പൊഴി മണൽ മൂടി കിടക്കുകയാണ് ഒരു ഭാഗം. ആ പൊഴി മുറിച്ച് കായലും കടലും ഇപ്പോൾ ചേർന്നിട്ടുണ്ടെങ്കിലും ആ അതിലേക്കുള്ള പ്രധാന സ്ഥലത്തൊക്കെ വലിയ രീതിയിൽ മണൽ തിട്ട തന്നെ രൂപപ്പെട്ട് കിടക്കുകയാണ്. അത് മാറ്റാനാണ് കണ്ണൂരിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. 2 ദിവസമായി അവിടെ മുതലപ്പുഴി തീരത്തെത്തിയെങ്കിലും ഉൾക്കടലെത്തിയെങ്കിലും അത് പുഴയിലേക്ക് അഴിമുഖത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ശക്തമായ ഒഴുക്കാണ് ഇതിന് കാരണം. മഴ പെയ്ത് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയിട്ടുമുണ്ട് പലയിടത്തും. ഇന്നലെ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് പൊതുവിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ ഈ അഴിമുഖത്തേക്ക് കയറ്റാൻ കഴിയുന്നില്ല. ഇന്ന് ആ ഒഴുക്ക് കുറഞ്ഞാൽ അഴിമുഖത്തേക്ക് ഡ്രഡ്ജർ കയറ്റും. ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ടൺ കണക്കിന് മണൽ ഇനിയും അവിടെ കൂടിക്കിടക്കുന്നു. അത് പൂർണ്ണമായും മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഈ പുഴിമുഖം അടയുന്ന പ്രശ്നമുണ്ടാകും. അങ്ങനെ മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാകും. ഇപ്പോഴും ഈ പൊഴി മുറിച്ചുവെങ്കിലും മത്സ്യത്തൊഴിലാളികൾ കടന്നുപോകാൻ വലിയ ബോട്ടുകൾ കടന്നുപോകാൻ വിധത്തിൽ അവിടെ മണൽത്തിട്ട മാറിയിട്ടില്ല. അത് മാറ്റാൻ വേണ്ടിയാണ് ഡ്രഡ്ജർ കൊണ്ടുവന്നത്. പക്ഷേ ഡ്രഡ്ജർ ഇപ്പോഴും ഈ അഴിമുഖത്തേക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ലാതെ വലിയൊരു പ്രശ്നം നേരിടുകയാണ്. ഇന്ന് അത് അഴിമുഖത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാകും നടത്തുക. അത് ഏറ്റവും പ്രധാനം കാലാവസ്ഥ അനുകൂലമാകണം എന്നുള്ളത് തന്നെയാണ്. ഒഴുക്ക് കുറയണം, തിരമാലകളുടെ ശക്തി കുറയണം, എങ്കിൽ മാത്രമേ ഡ്രഡ്ജർ ഈ അഴിമുഖത്തേക്ക് കയറ്റാനാകൂ. അഴിമുഖത്തേക്ക് ഡ്രഡ്ജർ കയറ്റിയാൽ മാത്രമേ മണൽ നീക്കം പൂർണ്ണമായും വേഗത്തിലാക്കുകയും മണൽ തിട്ട അവിടെ നിന്ന് മാറ്റാനും സാധിക്കൂ. എങ്കിൽ മാത്രമേ മുതിരപ്പുഴയിൽ സാധാരണ പോലെ മത്സ്യബന്ധനം സാധ്യമാകൂ. ശ്രീജ, ശരി. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.